ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൂപ്പർ മോം സീരീസിന് ഫേബിയ ആണ്. ഇത്തവണയും ചെറിയൊരു ഗ്യാപ്പിൽ പുതിയ വീഡിയോ ഇടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നത്തേതൊരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് ഒരു ഫുൾ ഡേ റൂട്ടീൻ. അതിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വ്ളോഗ്. ഇതിൽ തന്നെ കുക്കിംഗ് ഉണ്ട്, എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, വീട്ടിൽ മറ്റ് പലതും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തായാലും പല ഉപകാരപ്രദമായിട്ടുള്ള കണ്ടൻറ്റ്സ് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഹോം റിലേറ്റഡ് ആയിട്ടും ബിസിനസ് റിലേറ്റഡ് ആയിട്ടും പലതും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതലും വരുന്നത്. അപ്പം എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാം. ഒരാൾ തന്നെ ഒരു ചായ ഉണ്ടാക്കുകയാണ്. ചായ പൊതുവെ ഈ ഒരു കിച്ചണിൽ നിന്ന് ഉണ്ടാക്കാറ്, നമ്മുടെ ഈ ഒരു മോഡുലാർ കിച്ചണിൽ. ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കൂടുതലും നടക്കുന്നത് നമ്മുടെ ആ ഒരു സെക്കൻഡ് കിച്ചണിലാണ്. കാരണം ഇത് വീഡിയോ എടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. യൂട്യൂബും എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണല്ലോ, അതുകൊണ്ട് അതിനായിട്ടൊരു സ്പേസ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കിച്ചൺ സെറ്റ് ചെയ്തെടുത്തത്. നമുക്ക് ബാക്കിയുള്ള എല്ലാ കുക്കിങ്ങും നടക്കുന്നത് മറ്റേ രണ്ടാമത്തെ കിച്ചണും. മൂന്നാമത് ഒരു വർക്ക് ഏരിയ ഉണ്ട്, പക്ഷേ അവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇന്നത്തെ ദിവസം പറമ്പിൽ പിന്നെ പണിക്കാരും ഉണ്ട് കേട്ടോ. അപ്പം അവർക്ക് രാവിലെ തന്നെ ഒരു ചായ കൊടുക്കണം. അതായത് അവർ വന്ന് കുറച്ച് കഴിയുമ്പം തന്നെ അവർക്ക് വെറും ചായയും ഒരു എന്തെങ്കിലും സ്നാക്സും കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം അവർ പുറത്ത് പോയി കഴിക്കാറാണ് പതിവ്. അപ്പോൾ അതും കൂടിയും കണക്കിലെടുത്താണ് ഇന്നത്തെ ചായ. ഈ ഒരു സെറാമിക് കെറ്റിൽ ഞാൻ വാങ്ങിയത് ഐക്കിയെന്നാണ് കേട്ടോ. എന്തായാലും ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കും. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ സ്ക്രീൻഷോട്ട് അയക്കാൻ ചാൻസസ് ഉണ്ട്. ആ സമയത്ത് എന്തായാലും അവർക്ക് ഡൗട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അവർ രാവിലെ തന്നെ വരും കേട്ടോ, ഈ പണിക്കാർ. അപ്പോൾ അവർക്ക് വന്ന ഉടനെ ഉള്ള ആ ഒരു ചായ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങാമല്ലോ. ഈ വീഡിയോക്ക് തൊട്ട് മുൻപിട്ട വീഡിയോസിന് നല്ല നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു. വീഡിയോ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഭയങ്കര സന്തോഷം. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസിനുള്ള കോണ്ടൻറ്റ്സിന് എനിക്ക് ക്ഷാമമില്ല. ഞാൻ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ തന്നെ എനിക്ക് നല്ലൊരു വീഡിയോ ആവും. പക്ഷേ അത് വീഡിയോ പലപ്പോഴായിട്ട് മറന്നു പോവും. തിരക്കിനിടയിൽ വീഡിയോ പിടിക്കലൊന്നും നമുക്ക് അങ്ങനെ ഒരു ഓർമ്മയിൽ കിടക്കില്ല. അതാണ് സംഭവം. മാത്രമല്ല വീഡിയോ എടുത്താൽ തന്നെ അത് എഡിറ്റ് ചെയ്യാനിരിക്കൽ വലിയൊരു ചടങ്ങാണ്. അപ്പോൾ ഇതൊക്കെ വിചാരിച്ചതാണ്. പലപ്പോഴും വിചാരിക്കലുണ്ട് വോയിസ് ഓവർ നേരിട്ട് ചെയ്യാം. മീൻസ് നമ്മൾ വീഡിയോ ചെയ്യുമ്പം തന്നെ വോയിസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വേഗം വീഡിയോ ഇടാം. പിന്നെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർഡ് ആവാറുണ്ടെന്നും പറയാറുണ്ട്. ഞാനിപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് പലരും വന്നിട്ട് എനിക്കിങ്ങനെ ഇൻബോക്സിൽ മെസ്സേജസ് അയക്കാറുണ്ട്. ഭയങ്കര ഇൻസ്പിറേഷനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ വെച്ചാൽ നമുക്ക് മറ്റുള്ളവർ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികൾ കണ്ട് ഇൻസ്പയർഡ് ആകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണല്ലോ. കുറച്ചെടുത്തോ, കുറച്ച് മതി. ചായയെല്ലാം കുടിച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ ഹമീദ്ക്ക മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ നിന്ന് കുറച്ച് മീൻ വാങ്ങി. രാത്രി ഉപ്പ് ഉണ്ടാവും കേട്ടോ മിക്കവാറും ദിവസങ്ങളിൽ. ഉപ്പ് അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഹെൽപ്പിന് വരുന്ന ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ രാവിലെ തന്നെ ഉപ്പ് പോവുകയും ചെയ്യും. അങ്ങനെയാണ് പതിവ്. പിന്നെ പകൽ ടൈമിൽ ഞാനും ഇനായും മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് അത്രയല്ലേ വേണ്ടുള്ളൂ ഫുഡൊക്കെ. മിക്കവാറും ഉപ്പ വരുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ടുമായിരിക്കും. അപ്പോൾ ഇന്ന് പുട്ടും മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ചെമ്മീനും. അപ്പം ചെമ്മീൻ കട്ട് ചെയ്യേണ്ട മടിക്ക് രാവിലെ തന്നെ അത് ഉണ്ടാക്കാൻ നിന്നില്ല. അതിനെ കട്ട് ചെയ്ത് തരാൻ ആളുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുകൊണ്ട് അതവിടെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ഈ ഒരു പുട്ട് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ തേങ്ങ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതായത് അതിലെ പാല് അതിലേക്ക് വരുന്ന രീതിയിൽ. എന്നിട്ട് അതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നത്. അതായത് തേങ്ങാപ്പാലിലാണ് പുട്ട് കുഴക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു രീതിയിൽ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ.
അപ്പം ഞാൻ നോർമലി ചെയ്യുന്നത് ഇതിങ്ങനെ കുഴച്ച് വെച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കും. ഇനി അതല്ലെങ്കിൽ വേറെ ബൗളിൽ പുട്ടുപൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു നമ്മൾ ഈ തേങ്ങ കുഴച്ച വെള്ളമില്ലേ, പാലടക്കമുള്ള വെള്ളം, അത് തേങ്ങൻ്റെ പീര അതടക്കം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ പുട്ടിൻ്റെ അതേ ലെവലിലേക്ക് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതായത് പുട്ട് മുഴുവനായിട്ട് നനയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുക കുറച്ച് നേരം. മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകത്തിനുള്ള ഒരു വെള്ളം മൊത്തത്തിലൊന്ന് സെറ്റായി റെഡി ആയിട്ട് അവിടെ കിടക്കും. അത്യാവശ്യം അതായത് പുട്ടിൻ്റെ പൊടി നമ്മൾ എത്രയാണോ ഇടുന്നത് ആ ലെവലിൽ തന്നെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ടൈമിൽ. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞൊരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് കുഴച്ചെടുക്കുമ്പോൾ കട്ട കെട്ടുകയും ചെയ്യില്ല, നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ എവിടെയോ ഒരു റീൽ മുൻപ് കണ്ടതായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇങ്ങനെയാണ് ചെയ്തത്. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. മാത്രമല്ല നമുക്കത് വെറുതെ കഴിക്കാം. കാരണം തേങ്ങാപ്പാലിലാണല്ലോ വരുന്നത്. എത്രത്തോളം തേങ്ങ ഇടുന്ന അത്രയും നല്ലതാണ്. പക്ഷേ ഞാൻ കുറച്ച് പുട്ടേ കുഴക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അത്രേ ഇട്ടുള്ളൂ. എനിക്ക് വിനായക്കും വേണ്ടി മാത്രമാണ് പുട്ട് വേണ്ടത്. അപ്പം അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിന് ശേഷം ഇതാ ഞാൻ അയില വരട്ടാൻ വേണ്ടി പോവാണ്. ആകെ 3 വലിയ അയിലയാണ്. അത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാമല്ലോ. മീൻ മുറിക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. മീനെന്ന് പറഞ്ഞാൽ ഈ വലിയ മീനൊന്നും പ്രശ്നമില്ല. ഇതിപ്പോൾ അയിലൊക്കെ ആകുമ്പോൾ സിമ്പിളാണല്ലോ. ഈ ചെറിയ മീനുകളുണ്ടല്ലോ, ചെമ്മീനായാലും കൂന്തൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അത് സൈസുള്ളതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ബേസിൻ്റെ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ തേങ്ങ ചിരവാൻ ഭയങ്കര മടിയാണ്. അതും ആരെങ്കിലും ഹെൽപ്പിന് വരുന്ന അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് 2 ബോക്സിലാക്കിയിട്ട്. പിന്നെ ഉള്ളി തൊലി കളയലും വെളുത്തുള്ളി തൊലി കളയലും ഈ കാര്യങ്ങൾ സെറ്റായി ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണല്ലോ നമുക്ക് കിച്ചണിൽ കയറിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുക്കിങ്ങിന് മടിയില്ല, പക്ഷേ ഈ 4 കാര്യങ്ങൾ ഭയങ്കര മടിയാണ്. അപ്പോൾ ചോദിക്കും അതാണല്ലോ ഈ കുക്കിങ്ങിൻ്റെ മെയിൻ ടാസ്ക് എന്നുള്ളത്. ശരിയാണ്, അത് തന്നെയാണ് അതിൻ്റെ മെയിൻ ടാസ്ക്. പക്ഷെ അത് മടിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അവിടുന്ന് എല്ലാം ഈസി ആയിട്ട് എല്ലാ സംഭവങ്ങളും റെഡിയായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നാട്ടിൽ വന്ന ഈ സംഭവങ്ങൾ ഭയങ്കര മടിയാണ്. തേങ്ങ ചിരവാനുള്ള മെഷീനൊക്കെ ഉണ്ട്. എന്നാലും മടി വരുവാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചിരവുന്ന ആ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ചിരവുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ഈ ഒരു കറിവേപ്പില ഈ ബോക്സിലിട്ട് വെക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നോക്കിയാട്ടെ. ഞാൻ ഇട്ട് വെക്കുമ്പോൾ കുറച്ചുകൂടി വാടിയ പോലെയായിരുന്നു. പക്ഷേ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തൊരു നെറ്റ് ബോക്സ് ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം നല്ല ഫ്രഷായിട്ട് കുറേ ദിവസം നിൽക്കും കേട്ടോ ആ ഒരു ബോക്സിൽ. ആ ബോക്സ് കണ്ടിട്ട് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് വലിയ ബോക്സാണ് പച്ചക്കറിക്കും. ഞാൻ പിന്നെ നമ്മൾ ആകെ ഇപ്പോൾ 2 പേരേ ഉള്ളൂ. പക്ഷേ നോർമലി നമ്മൾ കുറേ മെമ്പേഴ്സ് ഉള്ള സമയത്ത് ആ ബോക്സ് ഒന്നും തികയാതെ വരികയുള്ളൂ. എല്ലാവരും ഒന്നിച്ച് ഉള്ളതാണെങ്കിൽ ഇവിടെ നമുക്ക് 8 മെമ്പേഴ്സ് ഉണ്ട് ടോട്ടലി. 8 ഇൻക്ലൂഡിങ് സാൻ 8 ആളുണ്ട്. അപ്പോൾ പിന്നെ നമുക്കെന്തായാലും അത്രയും വലിയ ബോക്സസ് എല്ലാം തന്നെ വേണം എല്ലാവരും ഉള്ള സമയത്ത്. നമ്മുടെ മീൻ മുളകിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ തക്കാളി ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ കട്ടിയുള്ള മുളകിട്ടതാണ് ഇഷ്ടം നോർമലി. പക്ഷേ പുട്ടിന് നമുക്ക് ആ കട്ടിയുള്ള മുളക് വരട്ടിയതാക്കി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു നനയാത്തൊരു ഫീലാണ്. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു മുളകിട്ടത് ഉണ്ടാക്കുന്നത്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടിട്ടില്ല. ഇഞ്ചി ഇടാണെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും അത് ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യാറ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കൂടെ ഇടാതെ നമുക്ക് ലാസ്റ്റ് ഒരു ജൂലിയൻ കട്ടായിട്ട് കട്ട് ചെയ്തിട്ട് കറിവേപ്പിലയും ഇഞ്ചി ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റി കുറച്ചൊരു ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ ഇതിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഹോട്ടൽസിലെല്ലാം പോയാൽ അങ്ങനെയുള്ള മീൻ വരട്ടിയത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ വെളുത്തുള്ളി പിന്നെ കുറച്ചുള്ളി എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച്. 2 വലിയ തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്ത് ഈ പച്ചക്കറിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുകയെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാകുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. അതിൽ തന്നെ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡ് ഞാൻ UAE ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ആ ഒരു പിന്നെ കട്ടിംഗ് ബോർഡ്. നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഹെൽത്ത് സേഫാണ്.
പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡും വുഡനായാലും വുഡനിൽ നമുക്ക് വേഗം കറ പിടിച്ചു പോകും. അപ്പോൾ ഇതിൽ ഈ സ്റ്റീൽ കട്ടിംഗ് ബോർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് വെയിറ്റ് ഉണ്ട്, അവിടുന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ നോക്കുമ്പോൾ വെയിറ്റ് ഉണ്ട് അത്യാവശ്യം, ഭയങ്കരമല്ല എന്നാലും ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു വെയിറ്റാണ്. പിന്നെ സ്റ്റീലാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് കാണും. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തി വരുത്താനും പൂരി ഇങ്ങനെയുള്ള അതിനും യൂസ് ചെയ്യാം. അത്യാവശ്യം മാവ് കുഴക്കുമ്പം അതിൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. മാത്രമല്ല ഞാനിത് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ അതങ്ങനെ അവിടെ വെക്കാറാണ് പതിവ്. എന്നിട്ട് ആവശ്യത്തിന് അത് കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യും. എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇവിടെ ഇന്ത്യയിലും കണ്ടിട്ടുണ്ട്, ഇന്ത്യ ആമസോണിലും കണ്ടിട്ടുണ്ട്. വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. കുറച്ച് വലിയ സൈസ് വാങ്ങാൻ നോക്കുക വാങ്ങുമ്പോൾ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതിനിടയിൽ ഇതാ ഫിഷ് കട്ട് ചെയ്യുന്നുണ്ട്. ഫിഷ് കട്ടിങ് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തു. UAE ഈ ഫിഷൊക്കെ ഹസ്ബൻഡിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കുന്നതുകൊണ്ട്, അവരുടെ പിന്നെ ഫിഷിൻ്റെ സെക്ഷനിൽ നിന്ന് തന്നെ എടുക്കുന്നതുകൊണ്ട് നല്ല എളുപ്പമാണ്. കാരണം എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് ട്രേയിലാക്കിയിട്ട് നമുക്ക് കിട്ടുന്നത്. അതങ്ങനെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചാൽ മതി. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട്. ഇവിടെ വന്നാൽ ഇതെല്ലാം നല്ല ടാസ്ക്. ആരെങ്കിലും ഹെൽപ്പിനുള്ളവർ കട്ട് ചെയ്ത് തന്നാൽ ഓക്കെ. പക്ഷേ അവിടെ നിന്നാകുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് ട്രേയിലായിട്ട് വരുമ്പം ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ ഇതാ ഒരു കുക്കിംഗ് പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. പിന്നെ ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്ന സമയത്ത് നമ്മുടെ പച്ചക്കറികളെല്ലാം തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് എല്ലാം ഒന്ന് സോഫ്റ്റാവും. നല്ലപോലെ സോഫ്റ്റ് ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം എന്നുണ്ടെങ്കിൽ കറി വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം, ഈ പച്ചക്കറിയെല്ലാം ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ കാണുന്നത് എനിക്കിഷ്ടമല്ല. നമുക്കൊരു ഗ്രേവി ടൈപ്പ് മുളക് കറി, അതായത് മീൻ കറി കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല പോലെ ഈ പച്ചക്കറികളെല്ലാം തന്നെ സോഫ്റ്റാണ്, എന്നാലാണ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ വന്ന് നമ്മുടെ പുട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വെള്ളം ആ ഒരു പുട്ടിൻ്റെ പൊടിൻ്റെ ലെവലിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇത് കുഴയ്ക്കുന്നത്. അതിന് മുൻപ് കുഴച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഉപ്പും ആ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മൊത്തത്തിൽ കുഴക്കുമ്പോൾ നമുക്ക് കട്ടൊന്നും കെട്ടാത്ത രീതിയിൽ നല്ല ലെവലിൽ കുഴച്ചെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ. പിന്നെ ഇത് ഞാൻ ചെയ്ത് കണ്ടത് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് ചെയ്ത് കണ്ടത് എൻ്റെ മോള് ഡെലിവറി ആയ ടൈമിൽ അവിടെ അവൾക്ക് ഹെൽപ്പിന് ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തിക്ക് ഉണ്ടാക്കും. ഒരു കോഴിക്കോടുകാരിയായിരുന്നു. അപ്പോൾ അവർ ഈ ഒരു രീതിയിൽ അവർ പുട്ടുപൊടി അതിലിട്ട് പിന്നെ ഫുള്ളായിട്ട് വെള്ളം ആദ്യം അങ്ങ് ഒഴിച്ച് വെക്കും. എനിക്കത് കണ്ടപ്പോൾ ആദ്യം ഒരു അതിശയം പോലെയായിരുന്നു. എനിക്കറിയില്ല നിങ്ങൾ പലരും അങ്ങനെയാണോ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ അങ്ങനെ വെള്ളം അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ച് ഒരു മൂടി വെച്ച് കൊടുക്കും. എനിക്കത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ നേരം കുഴച്ച് ലാസ്റ്റ് പിന്നെ മൂടി വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുഴക്കും ഇങ്ങനെയായിരുന്നു. അത് ശരിക്കും നല്ല ടാസ്ക് ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ. ഇതിപ്പോൾ നല്ല എളുപ്പത്തിൽ തീരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഈ രീതിയിൽ പുട്ടുണ്ടാകുമ്പോൾ. അതാകുമ്പോൾ നല്ല സോഫ്റ്റുമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറിയൊരു പുട്ടിൻ്റെ കുറ്റിയുണ്ട്. എനിക്ക് ചെറിയ പുട്ടാണ് ഭയങ്കര ഇഷ്ടം, ഇല്ലെങ്കിൽ ചിരട്ടപ്പുട്ട്. വലിയ സൈസുള്ളത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ചെറുതുണ്ട്, ഈ സെയിം തന്നെ UAEയിലും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അതിലേക്ക് 3 കഷ്ണം വരുന്ന രീതിയിലാണ് പുട്ട് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടോ ഇതെന്തിനാ ഇങ്ങനെ പുട്ടിനെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഈ പുട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്, എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എന്തൊരു സാധനം അതിൻ്റെതായ ഒരു രീതിയിൽ ആയി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടാവുമല്ലോ. അത് നിങ്ങളുമായിട്ട് എനിക്കറിയാവുന്ന ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. കാരണം തീരെ അറിയാത്തവരും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുമായിരിക്കും. അപ്പം നമ്മുടെ പച്ചക്കറി ഇതിലുള്ള എല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിട്ടിട്ട് അതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫിഷ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി നമുക്ക് കിട്ടും കേട്ടോ. ഇത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉമ്മ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ മീൻ കറി.
അപ്പോൾ അവരുടെ നിന്നാണ് ഈ ഒരു രീതിയിൽ പഠിച്ചത്. ശരിക്കും അവിടെ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ പോയിട്ട് ആ സമയത്ത് ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് പഠിച്ചൊരു സംഭവമാണ്. എനിക്ക് കുറുകിയ കറി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവരങ്ങനെ ആക്കാറ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പം ഞാനും ചെയ്യുന്നത്. ഇന്നത്തെ കറിയിൽ ഞാൻ കുറച്ചധികം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ പുട്ടായതുകൊണ്ട് തന്നെ കുറച്ചധികം അതിൻ്റെ ചാറ് വേണമല്ലോ, അതുകൊണ്ട് കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയിലുള്ള മീൻകറി കിട്ടും. ഒറോട്ടിക്കെല്ലാം ആ ഒരു കട്ടിയുള്ള മീൻകറി, ഒരു ഗ്രേവി ടൈപ്പ് മീൻകറിയാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകാൻ. ഇപ്പോൾ പുട്ടായതുകൊണ്ട് മാത്രമാണ് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കിയത്. പിന്നെ പിരിയം മുളക് മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. അതിലേക്ക് മുളക് പൊടി, എരിവുള്ള മുളക് ഇടാറേ ഇല്ല. ഇവിടെ ആർക്കും ഇഷ്ടമല്ല കൂടുതൽ എരിവുള്ള ഒന്നും. അതുകൊണ്ട് പിരിയം മുളക് മാത്രമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട്. 2 കുറ്റി പുട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് തന്നെ ബാക്കിയായിരിക്കും. പിന്നെ ബാക്കിയുള്ള മാവ് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെക്കുന്നതിനനുസരിച്ച് പുട്ടിൻ്റെ മാവ് വീണ്ടും നന്നാവുകയും ചെയ്യുള്ളൂ കേട്ടോ. നല്ല കുറച്ച് എന്താ പറയുക, വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവുക ഒന്നും ചെയ്യില്ല, നല്ല പിന്നെയും സോഫ്റ്റ് ആവുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് 1-2 ദിവസം നമുക്ക് പുട്ടിൻ്റെ മാവ് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനായ എഴുന്നേറ്റിട്ടുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ പറമ്പിൽ പണി നടക്കുന്നുണ്ടെന്നല്ലേ, അപ്പോൾ അതെല്ലാം ഒന്ന് പോയി നോക്കി. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ടൈം, അതായത് കഴിഞ്ഞ മന്ത് വന്ന ടൈമിൽ എടുത്ത പണികളുടെ ബാക്കിയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഈ ഫ്രണ്ട് പോർഷനിലായിരുന്നു കഴിഞ്ഞ തവണ എടുത്തത്. ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു ഏരിയ നമ്മളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയൻ്റെ ബാക്കി ഇപ്പുറത്തെ സൈഡിൽ കുറച്ചുണ്ടായിരുന്നു, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശേഷം കിച്ചണിലേക്ക് വന്ന് ഞാൻ ചോറിനുള്ള അരി ഇട്ട് കൊടുത്തു. കറി പിന്നെ സമാധാനത്തിൽ ഉണ്ടാക്കാമല്ലോ, ചോറ് അവിടെ റെഡി ആയാലും. അപ്പോഴേക്കും നമ്മുടെ കൊറിയർ ടീം എത്തിയിട്ടുണ്ട് സാധനങ്ങൾ കളക്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കാർഗോ എത്തിയത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം അവർ അൺബോക്സ് ചെയ്ത് അവർക്ക് കൊടുക്കാനുള്ള ഓർഡേഴ്സ് എല്ലാം ഞാൻ അവരെ ഏൽപ്പിച്ചു. ഗുഡ്സ് 1-2 തവണ വന്ന് അവർ എടുത്തു പോയി. അവരത് അവിടെ നിന്ന് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കിച്ചണിൽ നിന്ന് കറികളൊക്കെ ഉണ്ടാക്കി. കാരണം എന്തായാലും അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വേഗം ആ ഒരു ഗ്യാപ്പിൽ ലഞ്ചിനുള്ള കറികളൊക്കെ ഉണ്ടാക്കി. ശേഷം ഞാനിതാ ഈ ഒരു പാഴ്സൽ, ഈ ഒരു അബായം കൂടി അവരുടെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് എടുത്ത്, ഫോട്ടോസൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അതും കൂടി അവരെ ഏൽപ്പിക്കാനുള്ളതാണ്. നേരെ ഇതാ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ ഏതൊക്കെ ഓർഡേഴ്സ് എന്നുള്ളത്. ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇതൊരു ഒരു കസ്റ്റമർ അവരുടെ ഉമ്മാക്കും അവൾക്കും വേണ്ടിയിട്ട് ഏകദേശം സിമിലറായിട്ടുള്ളൊരു അബായ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. അവരെന്നെ ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഹെവി ആയിട്ടുള്ള അബായാണ്. ലേസ് ഡാൻഡെയിൽസാണ് അതിലുള്ളത്. അതുപോലെ ഈ പ്ലീറ്റഡ് ആയിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ നമ്മൾ ആ ഒരു ക്ലോത്തൊക്കെ
ചെയ്തതാണ് കേട്ടോ. സെപ്പറേറ്റ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തതാണ്. ഇതാണ് സ്ലീവിലൊക്കെ വരുന്ന വർക്ക്. അതിലേക്ക് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റോണ് നിങ്ങൾ കാണുന്നത് ഫുള്ളി ഹാൻഡ് വർക്ക്ഡാണ്. അതുപോലെ ഒരു ബെൽറ്റും കൂടി വരുന്നുണ്ട് ഈ ഒരു അബായയിലേക്ക്. അവർക്ക് ഇഷ്ടമായിട്ട് പറഞ്ഞൊരു ഓർഡറായിരുന്നു. അവർ തന്നെയാണ് പിക്ചർ റെഫറൻസ് അയച്ചു തന്നത്. എന്നിട്ട് മോൾക്കും ഉമ്മാക്കും ഒരുപോലെ ഇടണം എന്നുള്ള ഉദ്ദേശത്തിൽ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേസസ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടാൾക്കും ഒരേ സൈസിൽ. പിന്നെ ഇതും വേറൊരു അബായാണ്, ഹാൻഡ് വർക്ക് അബായ. സ്ലീവിലേക്ക് മാത്രം വർക്ക്. ഒരു നേവി ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ആ ഒരു അബായ ചെയ്തിരിക്കുന്നത്. നിത മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്റ്റോൺ വർക്കുള്ള അബായ. ഇതിനകത്തേക്കൊരു ഷൈനിങ് ആയിട്ടുള്ള ഇന്നർ ഡ്രസ്സ്. നമുക്ക് കല്യാണങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ടൈപ്പ് ഓഫ് അബായാണ്. ഈ ഒരു ക്ലോത്ത് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് ഇവിടെ. ഇതിൻ്റെ പല കളേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതാ ചെയ്തത്. മുൻപ് ഞാൻ ഒരുപാട് കളേഴ്സ് ഇങ്ങനെ കാറ്റലോഗ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, വേറെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പല കളേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചിട്ടാണ് അവർ ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓർഡർ ചെയ്യാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്ന ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇനി പാക്ക് ചെയ്തിട്ട് ഇവരെ കയ്യിലേക്ക് കൊടുക്കണം. ഇതും ഒരു എംബ്രോയിഡേഡ് അബായാണ്. ആ സെയിം അബായ തന്നെ 2 പേർക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മുടെ കോർക്ക്മാസിൻ്റെ ഗ്രാനൈറ്റ് സെറ്റ്, അതിൻ്റെ സിംഗിൾസ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് വെച്ച് കൊടുത്തു. വെച്ച് അതിൻ്റെ മേലെ പേര് എഴുതിയിട്ട് അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാക്കിങ്ങൊക്കെ അവർ ചെയ്തിട്ട് കൊറിയർ വിട്ടോളും. അപ്പോൾ ആ പണിയും കൂടി ഉണ്ടായിരുന്നു, അതും ഒന്ന് ചെയ്തു. സിംഗിൾസ് ഓർഡർ തരുന്നവർ ഒരു പീസ് മാത്രമല്ല 2 പീസൊക്കെ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് കേട്ടോ സിംഗിൾസ്, ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലഞ്ച് കഴിക്കുകയാണ്. ആ 2 പണികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ലഞ്ചിൻ്റെ ടൈമായി. നമ്മൾ കഴിക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ ഹസ്ബൻഡ് കസിന് വന്നിട്ടുണ്ട്. അവളിവിടെ അടുത്ത് തന്നെയാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് കൂടിയാണ്. ഞാനും അവൾ ഒന്നിച്ചാണ് പഠിച്ചത്. അപ്പോൾ അവളും വന്നു. ഞങ്ങളൊന്നിച്ച് ലഞ്ചൊക്കെ കഴിച്ചു. നല്ല വെളുത്തുള്ളിയും തേങ്ങയിട്ടുള്ളൊരു ചമ്മന്തി, പിന്നെ പരിപ്പ് കറി, പിന്നെ രാവിലത്തെ മീൻ വരട്ടി അതും ഉണ്ടായിരുന്നു. അത് പിന്നെ തൈരും, ഇതെല്ലാം വെച്ചിട്ടാണ് ലഞ്ച് കഴിച്ചിട്ടുണ്ടായത്. പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. നല്ലൊരു ഫീലായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. കാരണം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ലഞ്ചായിരുന്നു കഴിച്ചത്. അതിൻ്റെ കൂടെ മഴയും അടിപൊളിയായിരുന്നു. മഴ ചെറുതായിട്ടൊന്ന് ചോർന്ന സമയത്ത് ഹിനായ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവൾക്ക് മഴയത്ത് കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും വീണ്ടും നല്ല ഇരുടൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം അവൾ പുറത്ത് മഴയിൽ കളിച്ചു. അവൾക്ക് കളിക്കണം എന്നുള്ള നിർബന്ധം തന്നെ. അങ്ങനെ പോയി കളിച്ച് അതിന് ശേഷം ഡ്രസ്സൊക്കെ മാറ്റി പോയിട്ട് നല്ല ഇരുടും മഴയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ വീട്ടിലെ കിച്ചൺ നിന്നായാലും അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്നായാലും ഭയങ്കര രസമാണ് മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കൊരു 360 ഡിഗ്രി വ്യൂ കിട്ടും മഴൻ്റെ. അതുകൊണ്ട് ഭയങ്കര രസം. ഓരോ മഴ പെയ്യുമ്പോഴും നമ്മൾ മിക്കവാറും സിറ്റ് ഔട്ടിൽ പോയി ഇരുന്നിട്ടത് എൻജോയ് ചെയ്യാറുണ്ട്. മഴയത്ത് ഇവിടെ ഭയങ്കര മിസ്സിങ് തന്നെയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യലുണ്ട് ഇവിടുത്തെ മഴ. മാഷാ അല്ലാഹ്. അരി സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡ്രസ്സ് ഉണക്കാനിടാനുണ്ടായിരുന്നു. ഞങ്ങൾ പൊതുവെ മുകളിൽ അതിനായിട്ടൊരു ഏരിയ ഉണ്ട്, അവിടെയാണ് ഇടാറ്. മുകളിൽ ഞാനും ഇനായും കൂടി വന്ന് അതൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തു. മുകളിൽ ഇങ്ങനെ ഒരു ഏരിയ ഉള്ളത് ഭയങ്കര ആശ്വാസമാണ് ഈ മഴ സമയത്തൊക്കെ ഡ്രസ്സ് ഉണക്കാനിടാൻ വേണ്ടിയിട്ട്. ഒരു ഓപ്പൺ ടെറസ് ആയിരുന്നു അത്, പക്ഷേ നമ്മളവിടെ ഇതുപോലൊരു ഏരിയ ആക്കി മാറ്റിയതാണ്. മുകളിൽ ഓടാണ് ഇട്ടിരിക്കുന്നത്. ഇത് മോളുടെ റൂമാണ് കേട്ടോ. യൂസ് ചെയ്യലൊന്നുമില്ല. പിന്നെ ഇനിയിപ്പം അവളൊക്കെ വരുമായിരിക്കും ഇൻഷാ അല്ലാഹ്. വെറുതെ അതങ്ങനെ അവിടെ വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് യൂസ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വീഡിയോസായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.